കഴിഞ്ഞ ദിവസം വാപ്പ ഉണ്ടാക്കിയ ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പി കിട്ടപ്പോൾ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് അതിൻ്റെ കൂടെ ഉണ്ടാക്കിയ ചിക്കൻ്റെ റെസിപ്പിക്ക്. അപ്പോൾ ഇന്ന് അതാണ് കേട്ടോ ഷെയർ ചെയ്യുന്നത്. ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂണോളം ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ്. അതിലേക്കൊരു 2 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. ഞാനതിൽ ചില്ലി ചിക്കൻ എന്നാണ് കേട്ടോ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ചില്ലി ചിക്കൻ അല്ല, ഒരു നാടൻ ഒരു തട്ടിക്കൂട്ട് ചിക്കൻ മഞ്ചൂരിയൻ എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂട്ടിയതാണ് കേട്ടോ, ഹോട്ടൽ സ്റ്റൈലിലൊന്നും അല്ല. പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് നുറുക്കിയതും കൂടെ ചേർത്തിട്ടുണ്ട്. ശരിക്കും വാപ്പ ഈ ഉള്ള സാധനങ്ങളൊക്കെ വെച്ച് തട്ടിക്കൂടുന്ന റെസിപ്പീസിന് ശരിക്കും ഹോട്ടൽ ഉണ്ടാക്കുന്നതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ എനിക്ക് തോന്നിയിട്ടുള്ളത്. അടിപൊളിയായിരിക്കും എന്തുണ്ടാക്കിയാലും. അപ്പോൾ ഇന്ന് അങ്ങനെ ഒരു റെസിപ്പിയാണ് കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു 3 പച്ചമുളകോളം ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സവാള ചെറുതായിട്ട് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയ സോസും ഒരു 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസും ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ ഫ്രൈ ചെയ്ത ചിക്കൻ ചേർത്തിട്ടുണ്ട്. ചെറിയ പീസായിട്ടുള്ള ചിക്കനാണ് കേട്ടോ. കൂടെ കുറച്ച് സ്പ്രിംഗ് ഓനിയനും ഒരു ചെറിയ കഷ്ണം ക്യാപ്സിക്കവും ചേർത്തിട്ടുണ്ട്. പിന്നെ അതിൽ കുറച്ച് ചുടുവെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും ചേർത്തിട്ടുണ്ട്. ഏകദേശം ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടി അത്രയേ ഉള്ളൂ, കാരണം എരിവ് പച്ചമുളകിൻ്റെ മാക്സിമം ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയൊരു കളറൊക്കെ കിട്ടാനായിട്ട് 1 ടീസ്പൂണോളം കശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കാം കേട്ടോ. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചേർത്തതെന്നൊക്കെ അതിൽ കൊടുക്കുക. ഇനി ഇത് തിളപ്പിച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുകി വരുന്ന സമയത്ത് നമുക്കിതെടുത്ത് വാങ്ങാം. അത്രയേ ഉള്ളൂ. ഭയങ്കര സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഏകദേശം ഒരു ചിക്കൻ മഞ്ചൂരിയൻ പോലെയാണ് കേട്ടുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ ഇതുപോലത്തെ റെസിപ്പീസിന് വേണ്ടി ധ്യാൻസ് കണ്ണൂർ കിച്ചൻ ഫോളോ ചെയ്യുക. താങ്ക് യു.